NGO യൂണിയൻ തൊടുപുഴ വെസ്റ്റ് ഏരിയ പ്രവർത്തക യോഗം നടന്നു. സെപ്റ്റംബർ 3 നടത്തുന്ന മേഖലാ മാർച്ച് വിജയിപ്പിക്കുന്നതിനായി മുഴുവൻ ജീവനക്കാരും അണിനിരക്കണമെന്ന് യോഗം ജീവനക്കാരോട് ആഹ്വാനം ചെയ്തു. കേരള NGO യൂണിയൻ തൊടുപുഴ വെസ്റ്റ് ഏരിയ പ്രവർത്തക യോഗം PWD റെസ്റ്റ് ഹാളിൽ നടന്നു. ഏരിയ പ്രസിഡന്റ് CM ശരത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം ജില്ലാ സെക്രട്ടറി KK പ്രസവകുമാർ ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയും ക്ഷാമബത്ത വൈകിട്ടുള്ള ക്ഷാമബത്തയും സിവിൽ സർവീസിലെ മുഴുവൻ ജീവനക്കാർക്കും പൈസ കുടിശ്ശികയില്ലാതെ തന്നു തീർക്കും ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തന്നെ എന്ന് ആ ഉജ്ജ്വലമായ പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തുകയുണ്ടായി. ഞാൻ ഉജ്ജ്വലമായ പ്രഖ്യാപനം എന്ന് പറഞ്ഞത് ഈ ഒരു പ്രഖ്യാപനം നടത്താനുള്ള ഏറ്റവും ഉചിതമായ വേദി കേരള NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനമാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൃത്യമായി തീരുമാനിച്ചിരുന്നു. ഒരു പൊതുപരിപാടിയും കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നില്ല. NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മാത്രം ആ പൊതുസമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം എത്തിച്ചേരുകയും സംസ്ഥാനത്തെ ജീവനക്കാർക്ക് കിട്ടാനുള്ള ഒരു നയാ പൈസയുടെ ആനുകൂല്യം പോലും ഈ ഗവൺമെന്റ് നഷ്ടപ്പെടുത്തുകയില്ല എന്ന് അസന്നിഗ്ധമായി കേരളത്തിലെ ജീവനക്കാരോട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടാണ് കോഴിക്കോട് നിന്നും മടങ്ങുന്നത്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോബി ജേക്കബ്, ജില്ലാ സെക്രട്ടറിയംഗം PM റഫീഖ്, PN ബിജു, MM റംസീന എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക, കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, PFRDA നിയമം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ അണിനിരക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക തുടങ്ങിയ വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സെപ്റ്റംബർ 3 മേഖലാ മാർച്ച് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. Al-Azhar Group of Institutions, 16 institutions offering 56 plus programs, serving 7,000 plus students. Al-Azhar, the most versatile campus in South India since 2002. KM Musa Haji, founder, chairman, Al-Azhar Group of Institutions, Todupuzha, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al-Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al-Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al-Azhar Group of Institutions, Todupuzha.